everyone, welcome to the video. So, നമ്മൾ ഇന്നൊരു അടിപൊളി ക്വസ്റ്റൻ ആണ് ചെയ്യാൻ പോകുന്നത്. Prove that 128 crore 401 is a prime number. So, ഇവിടെ ഈ തന്നിട്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ യൂഷ്വലി ചെയ്യാറുള്ള കുറേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. കോമ്പോസിറ്റ് നമ്പർ ആണോ എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ഒരു ഡിഫറെൻറ്റ് രീതിയിലാണ് ഇന്ന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ യൂഷ്വലി നമ്മൾ എങ്ങനെയാണ് നോക്കുക, ഇതൊരു ഈവൻ നമ്പർ ആണോ എന്ന് നോക്കും. ഈവൻ നമ്പർ ആണെങ്കിൽ എന്താണ്, ഈവൻ നമ്പർ ആണെങ്കിൽ 2 അതിൻ്റെ ഫാക്ടർ ആണ്. സോ ഇറ്റ് ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് പറയാം. ഇനി ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ ചെക്ക് ചെയ്യും. ലാസ്റ്റ് ഡിജിറ്റ് നോക്കും, അത് 5 ആണോ അല്ലെങ്കിൽ 0 ആണോ നോക്കും. 5 0 ആണെങ്കിൽ ഇറ്റ് ഈസ് ഡിവിസിബിൾ ബൈ 5 എന്ന് പറയും. ഇനി ഇതിലേക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. 1 + 2 + 8 + സീറോസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഡിജിറ്റ്സുകൾ തമ്മിൽ നമ്മൾ ആഡ് ചെയ്യണം. എല്ലാ ഡിജിറ്റ്സും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ദാറ്റ് ഈസ് 16 എന്ന് വരും അല്ലേ. Again, it is not divisible by 3 or 9. 3 കൊണ്ടും ഡിവിസിബിൾ അല്ല, 9 കൊണ്ടും ഡിവിസിബിൾ അല്ല. പിന്നെ നമ്മൾ എങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാൻ പോകുന്നത്? ഈ നമ്പറിനെ ആദ്യം നമ്മളൊന്ന് ഒബ്സർവ് ചെയ്യാം. 128 0 0 0 0 4 0 1. ദാറ്റ് ഈസ് 128 എന്നുള്ള നമ്പർ 128 ഇൻറ്റു 10⁻⁷ എന്ന് ഞാൻ എഴുതുന്നുണ്ട് കേട്ടോ. 128 ഇൻറ്റു 10⁻⁷. അതായത് 128 അത് കഴിഞ്ഞിട്ട് എത്ര ഡെസിമൽ പ്ലേസ് എത്ര പ്ലേസ് വാല്യൂസ് ഉണ്ടെന്ന് നോക്കാം. സോ ദാറ്റ് ഈസ് 1 2 3 4 5 6 7. സോ ഇൻറ്റു 10⁻⁷ പ്ലസ് 401. ഇനി അഗെയിൻ ഈ 128 എന്ന് പറയുന്ന നമ്പർ നിങ്ങൾ 2ൻ്റെ പവർ ആക്കിയിട്ട് എഴുതാൻ പറ്റുമോ? 128നെ ഇറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് 2⁻⁷ അല്ലേ. 2 × 2 4, 4 × 2 8, 8 × 2 16, 16 × 2 32, 32 × 2 64, 64 × 2 എന്ന് പറയുമ്പോൾ 128ലേക്ക് എത്തും അല്ലേ. സോ ദാറ്റ് ഈസ് ദിസ് ഈസ് 2⁻⁷ ഇൻറ്റു 10⁻⁷ എന്ന് നമുക്ക് എഴുതാം. പ്ലസ് ഈ 401നെ 400 + 1 എന്ന് എഴുതുന്നുണ്ട്. അഗെയിൻ 2⁻⁷ ഇൻറ്റു 10⁻⁷ ആണല്ലോ. അപ്പോൾ നമുക്കതിന് ഒരുമിച്ചൊന്ന് എഴുതാം. ദാറ്റ് ഈസ് 20⁻⁷ പ്ലസ് 400ന് ഞാൻ 20² എന്ന് എഴുതുന്നുണ്ട് പ്ലസ് 1. ഓക്കെ, അപ്പം നമ്മുടെ ഈ ഒരു നമ്പർ 128 crore 401 എന്നുള്ള ഈ ഒരു നമ്പറിന് ഞാൻ എങ്ങനെ എഴുതി? 20⁻⁷ പ്ലസ് 20² പ്ലസ് 1 എന്ന് എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊന്ന് എഴുതി നോക്കാം. ദാറ്റ് ഈസ് ഇതിനൊന്ന് ഈ 20 എന്നുണ്ടല്ലോ, ഇതിനൊന്ന് ജനറലൈസ് ചെയ്യാം. ഇതിങ്ങനെയാണെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് ഇതൊരു പോളിനോമിയൽ ആക്കി നമുക്ക് എഴുതാം. That is x⁻⁷ plus x² plus 1. ഇങ്ങനെയുള്ളൊരു പോളിനോമിയലാണെന്ന് വിചാരിക്കുക. ഓർ എക്സ് എന്ന് പറയുന്നത് 20 ആണ് ഇവിടെ അല്ലേ. അപ്പം ഇതിന് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ശ്രദ്ധിച്ച് നോക്കുക. ഒരു എക്സ് x⁻⁷ പ്ലസ് x⁻⁷ ഒരു എക്സ് ആഡ് ചെയ്യും, ഒരു എക്സ് സബ്ട്രാക്ട് ചെയ്യുന്നത് ഇതിന്ന്. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് എക്സ് മൈനസ് എക്സ്. ഇവിടെ x⁻⁷ മൈനസ് എക്സ് എന്ന് എഴുതി, അതുപോലെ x² പ്ലസ് എക്സ് എന്ന് എഴുതി. അപ്പം നമ്മളിവിടെ ചെയ്തിട്ടുള്ള ഈ രണ്ട് നമ്പേഴ്സ് നോക്കുക. ഇത് -x, ഇത് +x. ഒരു -x ഒരു +x ആഡ് ചെയ്താൽ ഇറ്റ് ഈസ് സെയിം. ഈ നേരത്തെ എടുത്ത എക്സ്പ്രഷൻ തന്നെയാണ് ഇവിടെയും ഉള്ളത് അല്ലേ. ഈ പോളിനോമിയൽ തന്നെയാണ് ഇത്. ഓക്കെ അല്ലേ. അപ്പം എന്തിനാ ഇങ്ങനെ എഴുതി എന്ന് ഇപ്പോൾ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും അല്ലേ. ജസ്റ്റ് ലുക്ക് ഹിയർ. ഇതിനെ ഞാൻ ഒരുമിച്ചാക്കാൻ പോകുന്നത്, ഇതിനൊന്ന് ഗ്രൂപ്പ് ചെയ്ത് എഴുതുകയാണ്. ഓക്കെ, ആൻഡ് ഇവിടെ രണ്ടിലും എക്സ് കോമൺ ഉള്ളതുകൊണ്ട് ഞാൻ ജസ്റ്റ് എക്സിനെ പുറത്തേക്ക് എടുത്തിട്ട് x⁻⁶ - 1 എന്ന് എഴുതുകയാണ്. പ്ലസ് x² പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇവിടെ ഒരുപാട് ക്യൂബ്സിൻ്റെ ഐഡൻറ്റിറ്റീസ് കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ. അതിൻ്റെ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ആയിട്ടാണ് ഈ ഒരു പ്രോബ്ലത്തിന് ഞാനിപ്പോൾ അപ്രോച്ച് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് a³ - b³. വാട്ട് ഈസ് a³ - b³? a - b ഇൻറ്റു a² പ്ലസ് ab പ്ലസ് b² അല്ലേ. ഈ ഒരു കോൺസെപ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അതുപോലെ a² - b² can be written as a plus b into a minus b. ഈ ഒരു കോൺസെപ്റ്റും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. സോ ഈ ഒരു കേസിൽ x⁻⁶ - 1 എന്നിവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ.
അപ്പോൾ അതിനെ നമുക്ക് ആക്ച്വലി ഈ ഒരു ഫോമിലേക്ക് മാറ്റാം. ദാറ്റ് ഈസ് എക്സ് റേസ് ടു 6 മൈനസ് 1 അല്ലേ, എന്ന് വെച്ചാൽ എക്സ് റേസ് ടു 3 ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ, അല്ലെങ്കിൽ 1 ക്യൂബിൻ്റെ സ്ക്വയർ എന്നുള്ള രീതിയിൽ എടുക്കാം. ഓക്കെ അല്ലേ, 1 ക്യൂബിൻ്റെ സ്ക്വയർ. സോ ദാറ്റ് ഈസ് എക്സ് റേസ് ടു 3 പ്ലസ് 1 ഇൻറ്റു എക്സ് റേസ് ടു 3 മൈനസ് 1 എന്ന് എഴുതാം. ഓക്കെ ആണോ? അപ്പോൾ ഇതിനെ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്. എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് മൈനസ് 1 ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ അല്ലേ? ഇനി ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 1നെ ഈ ഒരു ഫോമിൽ എഴുതാൻ പോവാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എക്സ് ക്യൂബ് ഉണ്ട് അല്ലേ, എക്സ് ക്യൂബ് മൈനസ് 1 എന്ന് പറയുമ്പോൾ ഞാൻ 1 ക്യൂബ് എന്ന് എഴുതുന്നുണ്ട്. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 അല്ലേ. സോ ഇവിടെ എക്സ് ക്യൂബ് മൈനസ് 1നെ നമ്മൾ എഴുതുകയാണ്. ദാറ്റ് ഈസ് എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ഇവിടെ എഴുതുകയാണ് ഓൾറെഡി. ഇവിടെ തന്നിട്ടുള്ള ഇത് രണ്ടും ഞാൻ ഒരുമിച്ച് എഴുതിയിട്ടുണ്ട്. ആൻഡ് എക്സ് ക്യൂബ് മൈനസ് 1നെ ഞാൻ ഇങ്ങനെ എഴുതാൻ പോവാണ്. ദാറ്റ് ഈസ് എക്സ് മൈനസ് 1 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 പ്ലസ് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1. ഓക്കെ, ഇവിടെ നോക്കുമ്പോൾ നമുക്ക് രണ്ട് ഭാഗത്തും എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 എന്നുണ്ട്. ഇപ്പോൾ മനസ്സിലായോ എന്തിനാണ് ഞാൻ ആദ്യം ഇതിനൊരു ഗ്രൂപ്പ് ചെയ്തതെന്ന്? മനസ്സിലായോ? സോ എക്സ് സ്ക്വയർ പ്ലസ് എക്സ് പ്ലസ് 1 കോമൺ ആയിട്ട് എടുത്തു. ആൻഡ് വാട്ട് ഈസ് റിമൈനിങ്? എക്സ് ഇൻറ്റു എക്സ് ക്യൂബ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 പ്ലസ് 1. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു ഫോമിലേക്ക് ഞാൻ ഇതിനെ മാറ്റുന്നത്? ഇതൊരു കോമ്പോസിറ്റ് നമ്പർ ആണ് എന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അല്ലേ. കോമ്പോസിറ്റ് നമ്പർ ആണെങ്കിൽ ഇറ്റ് വിൽ ഹാവ് ഫാക്ടേഴ്സ് അതർ ദാൻ 1 ആൻഡ് ദാറ്റ് നമ്പർ ഇറ്റ്സെൽഫ് അല്ലേ. അതിന് 1ഉം ആ നമ്പറും അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ടാവും എന്നാണ് നമ്മൾ പഠിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ 2ൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ 2ന് 1 ഇൻറ്റു 2 എന്ന് മാത്രമേ നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. 3 ആണെങ്കിൽ 1 ഇൻറ്റു 3 അല്ലേ. വേറെ 9 ആണെങ്കിലോ നമുക്ക് 1 ഇൻറ്റു 9 എന്ന് എഴുതാം, അതുകൂടാതെ 3 ഇൻറ്റു 3 എന്നും എഴുതാം. സോ വേറെ ഫാക്ടേഴ്സും അതിനുണ്ടാവും അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഈ തന്നിട്ടുള്ള ഈ ഒരു നമ്പറിന് വേറെയും ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. സോ ഇവിടെ 20⁻⁷ പ്ലസ് 20 സ്ക്വയർ പ്ലസ് 1 ഈ ഒരു ഫോമിന് നമ്മളിങ്ങനെ ജനറലൈസ് ചെയ്തു അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റാം. ഈ ഒരു ഫോമിലേക്ക് ആക്കി മാറ്റുമ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇവിടെ ഈ നമ്പർ ഇസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. കാരണം ഇവിടെ 1 ഉണ്ട് പ്ലസ് ഈ നമ്പേഴ്സൊക്കെ നമ്മൾ അതിൻ്റെ കൂടെ ആഡ് ചെയ്യണം അല്ലേ. ദിസ് ഈസ് ഗ്രേറ്റർ ദാൻ 1 അല്ലേ. ഇവിടെ എന്താണ്? ആൻഡ് ഇതും എന്താണ്? ഗ്രേറ്റർ ദാൻ 1 ആണ്. when എക്സ് ഓൾറെഡി എന്താണ്? ഗ്രേറ്റർ ദാൻ 1. നമ്മുടെ ഇവിടെ 20 ആണ് നമ്മുടെ ഈ ഒരു കേസിലുള്ളത് അല്ലേ. അപ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ 1 ആണ്, ഇതും ഗ്രേറ്റർ ദാൻ 1 ആണ്. നമ്മൾ 20യുടെ കേസിൽ അത് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് ബിക്കംസ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് 20 സ്ക്വയർ പ്ലസ് 20 പ്ലസ് 1 ഇൻറ്റു 20 ഇൻറ്റു 20 ക്യൂബ് plus 1 into 20 minus 1 plus 1. Right? So ഇവിടെ നോക്കുമ്പോൾ ഇതും ഗ്രേറ്റർ ദാൻ 1, ഇതും ഗ്രേറ്റർ ദാൻ 1. അപ്പോൾ 1ഉം ആ നമ്പറും അല്ലാതെ വേറെയും ഫാക്ടേഴ്സ് ഉണ്ട് എന്നാണ് ഇതിൻ്റെ മീനിങ് അല്ലേ. ദാറ്റ് മീൻസ് ഇവിടെ തന്നിട്ടുള്ള ഈ ഒരു നമ്പർ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ എന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ. ഒരു ഡിഫറെൻറ്റ് രീതിയിലുള്ള അപ്രോച്ച് അത്രയേ ഉദ്ദേശിച്ചുള്ളൂ. See you in the next video. Bye bye.